മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട്. മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട്. ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 42 അധ്യായം അതിന് 11 വാക്യത്തിൻ്റെ 2 ആഴമായ ചിന്ത. ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും നമ്മുടെ കഷ്ടതയുടെ നടുവിൽ നിന്ന്, നമ്മുടെ വേദനകളുടെ നടുവിൽ നിന്ന്, നമ്മുടെ പ്രതികൂലത്തിൻ്റെ നടുവിൽ നിന്ന് നമ്മെ ഉദ്ധരിച്ച് നമ്മെ ശ്രേഷ്ഠരാക്കുമ്പോൾ, നമ്മെ വിട്ട് കടന്നുപോയ, നമ്മെ അപമാനിച്ച, നമ്മെ ഒളിച്ചിരുന്ന് അമ്പെയ്ത നിരവധി ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ സമീപത്തിലേക്ക് മടങ്ങി വരുവാനിടയായിത്തീരുമെന്ന് ഈ വാക്യം ഓർപ്പിക്കുകയാണ്. ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്ത് നന്മയുടെയും ഉയർച്ചയുടെയും ശ്രേഷ്ഠതയുടെയും കാലത്ത് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ എല്ലാവരും അവൻ്റെ ജീവിതത്തിലെ പ്രയാസഘട്ടത്തിൽ അവനെ അപമാനിച്ചുകൊണ്ട്, നിന്ദിച്ചുകൊണ്ട്, ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവനെ വിട്ട് മറികടന്നു പോയവരാണ്. എന്നാൽ ഇയ്യോബിൻ്റെ സ്ഥിതി ദൈവം മാറ്റിയിരിക്കുന്നു എന്നും ദൈവം അവനോട് കരുണ കാണിച്ച് അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നും അറിഞ്ഞപ്പോൾ ആ വാക്യം വായിക്കുന്നത്, അവൻ്റെ സകല സഹോദരന്മാരും സഹോദരിമാരും മുമ്പേ അവന് പരിചയമുള്ളവരൊക്കെയും അവൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ വീട്ടിൽ അവനോട് കൂടെ ഭക്ഷണം കഴിച്ചു എന്ന വാക്കുകളാണ്. നന്മ വരുമ്പോൾ, അനുഗ്രഹങ്ങൾ വരുമ്പോൾ, ഉയർച്ചകൾ വരുമ്പോൾ, സ്ഥാനമാനങ്ങൾ വരുമ്പോൾ അനേക ആളുകൾ നമ്മുടെ അരികത്തേക്ക് കടന്നു വരുവാനിടയായിത്തീരും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഉൽപ്പത്തി പുസ്തകം 45 അധ്യായത്തിനകത്ത് ഭക്തനായ യോസേപ്പിനെക്കുറിച്ച് ഓർപ്പിക്കുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളെ, പ്രതികൂലങ്ങളെ, അപവാദങ്ങളെ, നിന്ദകളെ, പഴികളെ, കാരാഗ്രഹ അനുഭവങ്ങളെ ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ആ സാഹചര്യങ്ങളെല്ലാം താൻ തന്നെത്താൻ ക്രമീകരിച്ച് മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ടായി. കാരാഗ്രഹത്തിനകത്ത് പാനപാത്രവാകൻ ഓർക്കണമെന്ന് പറഞ്ഞവനെ അയച്ചെങ്കിലും അവൻ പോലും മറന്നു പോകുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ രാജാവ് സ്വപ്നം കണ്ട് സ്വപ്നത്തിന് കൃത്യമായി വ്യാഖ്യാനം നൽകിക്കൊടുത്ത യോസേപ്പ് കൃത്യമായിട്ട് അധികാരസ്ഥനായി കടന്നു വരുമ്പോൾ യോസേപ്പിൻ്റെ സഹോദരന്മാർ അടക്കമുള്ള ആളുകൾ യോസേപ്പിൻ്റെ അരികിലേക്ക് കടന്നു വരികയും അവൻ ഏറ്റവും ശ്രേഷ്ഠനായിത്തീരുന്നതിന് അത് കാരണമായി തീരുന്ന നിമിഷങ്ങളുമായിരുന്നു എന്ന് 45 അധ്യായത്തിനകത്ത് നമുക്ക് കാണുവാനും ഗ്രഹിപ്പാനും കഴിയുന്നുണ്ട്. ഈ വാക്യങ്ങളൊക്കെ നമ്മെ എന്താണ് ഓർപ്പിച്ചുണർത്തുന്നത്? ഒരു മനുഷ്യന് പ്രധാനമായിരിക്കുന്ന 2 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. നന്മയുടെ ഘട്ടവും തിന്മയുടെ ഘട്ടവുമാണ്. തിന്മയുടെ ഘട്ടമെന്ന് പറയുന്നത് ആരും കൂടെയില്ലാത്ത, വേദനപ്പെടുത്തുന്ന, നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകൾ മാത്രം അവശേഷിക്കുന്ന കാലഘട്ടമാണ്. എന്നാൽ നന്മയുടെ കാലം എല്ലാവരും ഓടിയെത്തുന്ന, നമ്മോടുകൂടെ ആനന്ദിക്കുന്ന, സന്തോഷിക്കുന്ന, ഭക്ഷിക്കുന്ന, പാനം ചെയ്യുന്ന ഏറ്റവും ഉത്തമവും ഉന്നതവുമായിരിക്കുന്ന നിമിഷങ്ങളുമാണ്. ഈ 2 ഘട്ടങ്ങളിലും നമ്മെ കൈവിട്ട് കളയാത്ത, നമ്മോട് ചേർന്ന് നിൽക്കുന്ന ഒരുവൻ ഉണ്ടെങ്കിൽ അത് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്ന, ഞാൻ പരിചയപ്പെടുത്തുന്ന കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. ഇയ്യോബിൻ്റെ ജീവിതം പരിശോധിച്ചാലും, യോസേപ്പിൻ്റെ ജീവിതം പരിശോധിച്ചാലും, ഭക്തന്മാരുടെ എല്ലാവരുടെയും ജീവിതങ്ങൾ പരിശോധിച്ചാലും, അവരുടെ ജീവിതത്തിലെ നന്മയുടെയും തിന്മയുടെയും കാലത്ത് അവരോട് കൂടെ ഇരുന്ന് അവരെ സംരക്ഷിച്ച, അവരെ സഹായിച്ച, അവരെ മാനിച്ച, അവരെ ഉയർത്തിയ
സർവശക്തിയുള്ള ഒരു ദൈവത്തെക്കുറിച്ചാണ് നമുക്ക് കാണുവാനും ഗ്രഹിപ്പാനും കഴിയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് ആളുകൾ നമ്മെ വിട്ടുപോകുകയും നമ്മുടെ അരികിലേക്ക് വരികയും ചെയ്യാം. എന്നാൽ അതെല്ലാം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വെച്ചുകൊണ്ട് നാം മുൻപോട്ട് പോകണമെന്നും മനസ്സിലാക്കി ആ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം. ആ നിലകളിൽ നമുക്ക് മുൻപോട്ട് പോകാം. അത് നമുക്ക് അനുഗ്രഹവും നന്മയുമായി തരട്ടെ. അതിനായി പ്രാർത്ഥിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങളുടെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ അത്യുന്നതനായ ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് കഴിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം ഞങ്ങളുടെ മേൽ പകരണമേ. ഈ ദൈവവചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.